തൃശൂർ വെടിക്കെട്ടു ദുരന്തം. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. 4 പേരെ കാണാനില്ല. തിരുവനന്തപുരം റെയിൽവേ ആശുപത്രിയിൽ ശുചിമുറിയിൽ വെടിയുണ്ടകൾ കണ്ടെത്തി. ഞങ്ങൾ കരുതിയത് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നാണ്. സമനില വീണ്ടെടുക്കുന്നതിനിടെ തുടർ ഉഗ്രസ്ഫോടനങ്ങൾ. നടുക്കുന്ന ഓർമ്മ പങ്കുവച്ചു ലക്ഷ്മിപ്രിയ. ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞത് ഇഷ്ട ടീം തോറ്റതിനാലെന്ന് യുവാവ്. പഹൽഗാം ആക്രമണത്തിന് ഒരാണ്ട്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ബ്രിട്ടൻ. ഇന്ത്യ ആരെയും ആദ്യം ആക്രമിക്കില്ല, പക്ഷേ തൊട്ടാൽ തിരിച്ചടിക്കും. പാകിസ്ഥാന് ശക്തമായ താക്കീതുമായി രാജ്നാഥ് സിംഗ്. മലേഗാവ് ഭീകരാക്രമണം. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മോദി ഉദ്ഘാടനം ചെയ്യാനിരുന്ന റിഫൈനറി കത്തിയ സംഭവം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ച് ഊർജ മന്ത്രാലയം. ഇറാനെ പൂർണ്ണമായും ബഹിഷ്കരിക്കണം. നിർണായക പ്രമേയവുമായി ബഹ്റൈൻ പാർലമെന്റ്. മുന്നറിയിപ്പ് അവഗണിച്ച് ഹോർമുസിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. മാധ്യമം പ്രസൻസ് ഫ്യൂച്ചർ എഡ്യൂകഫേ. കൺഫ്യൂഷൻ വേണ്ട, ഫ്യൂച്ചർ സെറ്റ് ആണ്. ഉടൻ രജിസ്റ്റർ ചെയ്യൂ www.myeducafe.com.